തിരുവനന്തപുരം വെഞ്ഞാറമൂട് നമ്മൾ കേസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ അഫാൻ എന്ന് പറയുന്ന ആ 23 വയസ്സുകാരൻ ഒരുപാട് കള്ളത്തരങ്ങൾ ഇങ്ങനെ പോലീസിന്റെ അടുത്ത് അതായത് കൊടുക്കുന്ന മൊഴികളെല്ലാം കള്ളത്തരങ്ങളാണ് എന്ന രീതിയിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു വട്ടം പറയുന്ന മൊഴിയല്ല, പിന്നീട് പറയുന്നത് ആൾ മാറ്റി മാറ്റി പറയുകയാണ്. നമ്മൾ പലതിലും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡോക്ടർമാരെ പോലും കുഴിപ്പിക്കുന്ന രീതിയിൽ ആള് നിൽക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പോലീസുകാർക്ക് പോലും സത്യം മനസ്സിലാക്കാൻ പറ്റാത്ത ആരുടെ അടുത്ത് നിന്ന് ഇനി മൊഴി ശേഖരിക്കും അല്ലെങ്കിൽ ഈ ഒരു കേസ് സോൾവ് ചെയ്യുന്നത് എവിടുന്നാണ് തുടങ്ങിയ കാര്യത്തിൽ അവർ ഡൗട്ട് അടിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ അമ്മയുടെ കാര്യം ഇപ്പൊ അതിൻ്റെ അകത്ത് ആ ഒരു മരണം നടന്നതില് ഇപ്പോൾ ജീവനോടെ ഉള്ളത് വളരെ വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്നത് അമ്മ മാത്രമായിരുന്നു, അഫാന്റെ അമ്മ ഷെമി മാത്രമായിരുന്നു. ആ അമ്മയുടെ അടുത്ത് നമുക്ക് ആദ്യം കിട്ടിയ മൊഴി എന്താണ്, കട്ടിലിൽ നിന്ന് വീണിട്ടാണ് തനിക്ക് മുറിവ് പറ്റിയതെന്നായിരുന്നു. മകനെ സംരക്ഷിക്കാൻ നോക്കുന്ന ഒരു അമ്മേനെ നമ്മൾ അവിടെ കണ്ടു. ഇപ്പൊ ഇവിടെ അഫാന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അഫാൻ പറയുന്നത് അമ്മ മരിച്ചു എന്ന്, അമ്മയായിരുന്നു ആദ്യം ഉപദ്രവിച്ചത്, അമ്മ മരിച്ചു എന്ന് കരുതിയിട്ടാണ് താൻ ബാക്കി കൊലപാതകങ്ങൾ ചെയ്തത് എന്നായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ആ അഫാന്റെ അമ്മ തുടക്കത്തിൽ ആദ്യം ആക്രമിച്ചു എന്ന് പറയുന്ന അമ്മയ്ക്ക് ഇതുവരെ ഒന്നും പറ്റിയില്ല, അല്ലെങ്കിൽ എങ്ങനെ സർവൈവ് ചെയ്തു എന്നത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ചുറ്റികയ്ക്ക് അടിച്ചിട്ടാണ് ബാക്കി എല്ലാവരെയും വളരെ വികൃതമാക്കിയ രീതിയിൽ അഫാൻ ഉപദ്രവിച്ചിട്ടും അമ്മ മാത്രം എങ്ങനെ സർവൈവ് ചെയ്തു എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നിട്ട് ഈ അമ്മ എന്തുകൊണ്ട് മകനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ശരിക്കും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഈ ഒരു കേസിൽ അമ്മയ്ക്കും പങ്കാളിത്തം ഉണ്ടോ എന്നത് ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം കൂടിയാണ്. പക്ഷെ നമ്മളിപ്പോൾ ഈ അമ്മയുടെ കാര്യത്തിൽ തന്നെ അമ്മ മൊഴി മാറ്റി പറയുന്നു എന്ന് പറയുമ്പോൾ എത്ര വലിയ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും നമുക്ക് സ്വന്തം മക്കൾ തന്നെയാണല്ലോ. അതുപോലെ സ്വന്തം മകനാണ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അതെ, ഒരു മാതൃത്വം ഒക്കെ അവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ കൂടിയും സ്വന്തം ഇളയ മകനെയും കൊലപ്പെടുത്തിയ ഒരു വ്യക്തിയെയാണ് ആള് വീണ്ടും സംരക്ഷിക്കുന്നത് എന്ന് പറയുന്ന ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ വീട്ടിലെ ബാക്കിയുള്ളവരെയും പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് നോക്കിയിട്ടുള്ള ഒരു വ്യക്തിനെ കൊന്നു, ആ വ്യക്തിയുടെ ഭാര്യനെ കൊല്ലുക, ഉമ്മാമ്മയെ കൊല്ലുക, അങ്ങനെ എന്താ പറയുക, ഒരു സൈക്കോതരമായിട്ട് പെരുമാറിയിട്ടുള്ള അഫാനെയായിരുന്നു നമ്മൾ കണ്ടിട്ടുള്ളത്. അത്തരത്തിലൊരു മാനസിക നിലയിലേക്ക് പോയത് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അഫാന്റെ ഈ ഒരു കേസ് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അഫാനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അഫാന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കണം, അതിന്റെ ഫ്രണ്ട്സ് ആരൊക്കെയാന്ന് നോക്കണം, അഫാനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ബാക്കി ഘടകങ്ങൾ നോക്കണം. എല്ലാം കൂടി പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടൂ. അല്ലാതെ ആരുടെങ്കിലും മൊഴി ശേഖരിച്ചുകൊണ്ട് അതുവഴി കേസ് സോൾവ് ചെയ്യാന്ന് വെച്ചാൽ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അഫാന്റെ എന്താ പറയാ, അച്ഛൻ നാട്ടിലോട്ട് വരികയും പിന്നീട് അതിനെ കുറിച്ച് സംസാരിക്കുകയും സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നമാണ് അവൻ ആദ്യം പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് അഫാൻ ആദ്യം പറഞ്ഞിരുന്നത്, സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നം കൊണ്ടാണ് ഇവരെല്ലാം കൊലപ്പെടുത്തിയതെന്നാണ്. പക്ഷെ അഫാന്റെ പിതാവ് നാട്ടിലോട്ട് വരുന്ന സമയത്താണ് ഈ കഥകളിലെല്ലാം ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. പിതാവ് വന്നിട്ട് പറഞ്ഞു തനിക്ക് അറിയില്ല ഈ 25 ലക്ഷം എങ്ങനെ വന്നു തനിക്ക് അറിയില്ല എന്ന്. ആ ഒരു കുടുംബത്തിൽ അത്രമാത്രം കടം ഉണ്ടായത് കൊണ്ട് ആത്മഹത്യയിലേക്ക് നിന്ന ഒരു കുടുംബത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ആത്മഹത്യക്ക് പ്രേരണയായിട്ടുള്ള 65 ലക്ഷത്തിന്റെ കാര്യം തനിക്ക് അറിയില്ല എന്ന് പറയാണ്. അവിടെ ഒരു കള്ളത്തരം പൊളിയുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു കൊലപാതകം നടക്കുന്നതിന്റെ തലേ ദിവസം ഇവർ തട്ടത്തുമല എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് പോയിട്ട് ഈ ഉമ്മയും മകനും കൂടിയാണ് തട്ടത്തുമലയിൽ പോയിട്ട് ഇവരുടെ ബന്ധുവീട്ടിൽ പോയിട്ട് പണം കടം ചോദിക്കുന്നത്. അത് 50,000 രൂപയോളം കടം ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ കുടുംബക്കാര് പണം കൊടുക്കാൻ വിസമ്മതിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണം ഓൾറെഡി ഇവർക്ക് പൈസ അല്ലാതെ കൊടുത്തിട്ടുണ്ട്, പണമായിട്ടും അല്ലാതെ സ്വർണമായിട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് തിരിച്ചു കിട്ടാത്തൊരവസ്ഥ ആയിരുന്നത് കൊണ്ട് അവർ വിസമ്മതിക്കുകയായിരുന്നു. പിന്നീട് ഈ കൊലപാതകം നടന്ന അന്ന് രാവിലെയും ഷെമി വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു പൈസ തരുമോ എന്ന്, സെയിം ആൾക്കാരെ. അന്നും അവർ വിസമ്മതിക്കുകയായിരുന്നു. അപ്പൊ ഇത്രയും മാത്രം പണത്തിന്റെ ആവശ്യകത എന്തായിരുന്നു ആ കുടുംബത്തിന് ഉണ്ടായിരുന്നത്? ഒരു 15 വയസ്സ് അഫാന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു 15 വയസ്സ് മുതലേ ചെറുപ്പം മുതലേ അഫാൻ കൂടുതലായിട്ട് പണം ദൂർത്തടിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു കുട്ടിയാണെന്നുള്ളത് ഈ കേസിൽ ഒരു തെളിവായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമായിരിക്കാം ഇയാൾ ഇങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് പറയാം. പക്ഷേ പറയത്തക്ക സാമ്പത്തിക പ്രശ്നമൊന്നും ഇല്ല എന്നാണ് പിതാവ് തന്നെ പറയുന്നത്. പിന്നെ എന്തായിരുന്നു ഇതിനുള്ള കാരണം എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അമ്മ സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനകത്തൊക്കെ എന്തൊക്കെയോ ആരൊക്കെയോ മറയ്ക്കുന്ന ഒരു പൊരുത്തക്കേട് നിൽക്കുന്നത്. കാരണം ഈ മൊഴി മാറ്റി പറയുകയും രണ്ടുപേരുടെയും മൊഴി വേറെ വേറെ ആവുന്നത്, പിന്നെ ഓരോ സാഹചര്യത്തിനനുസരിച്ച് മൊഴി മാറ്റി പറയുക എന്ന് പറയുമ്പോൾ എന്തോ ഒന്നിനെ മറയ്ക്കാൻ വേണ്ടി മാത്രമാണ് അവരിങ്ങനെ മൊഴി മാറ്റി പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പല മീഡിയസിലും പറയുന്നുണ്ട് അഫാനെ ഒരു ഭീകരവാദ സംഘടനയുമായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ ചെക്ക് ചെയ്യണമെന്ന്. ഈ നാട്ടിൽ അഫാൻ എന്ന് പറയുന്നത് വളരെ നല്ലൊരു വ്യക്തി, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വ്യക്തി, അങ്ങനെ ഒരു ചെറുപ്പക്കാരനായിരുന്നു. പക്ഷെ
അവന്റെ ആ ഒരു ക്യാരക്ടർ അല്ലാതെ വീടിന്റെ അകത്ത് നോക്കുമ്പോൾ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള, അധികം ആരോട് സംസാരിക്കാത്ത, എങ്കിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടനായിട്ടുള്ള അങ്ങനെ ഒരു കുട്ടിയായിരുന്നു. പെട്ടെന്ന് എങ്ങനെ ഈ ഒരു ഇത്രയും മാത്രം മൃഗീയമായിട്ട് കൊലപാതകം ചെയ്യാൻ വേണ്ടിയിട്ട് ആള് മുതിർന്നു എന്നത് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തായാലും ചെക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ ആളിങ്ങനെ കൊല ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആള് ചുറ്റിക വാങ്ങിക്കുന്നത്. ആ സമയം പ്ലാൻ ചെയ്ത്, അതായത് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക എങ്ങനെ കൊല്ലണം, അല്ലെങ്കിൽ ഏത് തരം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം നോക്കിയിട്ടുണ്ട്. പിന്നീടാണ് ഇതെന്തായാലും ഒരു പ്ലാൻ ചെയ്തിട്ട് ഒരു കൊലപാതകത്തിലേക്ക് പോയതാണ് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഒരു ദിവസം കൊണ്ട്, പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഒരു ദേശത്തിന്റെ പുറത്ത് ചെയ്യാൻ ഭാഗത്തിന് പ്രശ്നങ്ങളൊന്നും ആ വീട്ടിലുണ്ടാവാൻ സാധ്യതയില്ലല്ലോ. അതെ, തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഈ അഫാൻ എന്താണ് ഫർസാന എന്ന് പറയുന്ന പെൺ സുഹൃത്തിനെ അവളുടെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്ന് അങ്ങനെ കൊലപാതകം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 25 കിലോമീറ്ററോളം യാത്ര ചെയ്ത് ആ പിതാവിന്റെ സഹോദരന്റെ ഭാര്യനെയും കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരു വീട്ടിൽ മാത്രമല്ല ആള് കൊല ചെയ്തത്, ബാക്കിയുള്ള സ്ഥലങ്ങളിലും പോയി കൊല ചെയ്യണമെങ്കിൽ ആളുടെ മാനസിക നില പരിശോധിക്കേണ്ടതാണ്. പക്ഷെ ആളെ മാനസിക രോഗി എന്ന രീതിയിലേക്ക് ഗണത്തിലേക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. ആള് വളരെ പ്ലാൻഡ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ വളരെയധികം ഇതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഈ ഒരു കൊലപാതകം ചെയ്യണമെന്ന് മാത്രം അങ്ങനെ മുതിർന്നിട്ടുള്ള ഒരാളെ ഒരു മാനസിക രോഗി എന്ന നിലയിലേക്ക് നമുക്ക് മാറ്റി നിർത്താനും കഴിയില്ല. ഇതിനകത്ത് ഒരു തെളിവുകൾ തന്നെ അവശേഷിക്കും. കാരണം ഒരു ദൃക്സാക്ഷി പോലും ഇല്ല. അതിന് തൊട്ടടുത്ത വീട്ടിൽ പോലും ആരും അസ്വാഭാവികമായിട്ടുള്ള സൗണ്ടുകളോ മറ്റൊന്നും തന്നെ കേട്ടിട്ടില്ല എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. കാരണം എന്താ വെച്ചാൽ ചുറ്റുക കൊണ്ട് തലക്കടിക്കുക എന്ന് പറയുമ്പോൾ അത്രയും വേദന സഹിക്കുന്ന, അല്ലെങ്കിൽ അത്രയും വേദന സഹിച്ചിട്ടാണ് എല്ലാവരും മരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സൗണ്ട് പോലും പുറത്തേക്ക് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് എന്താണ് അതിനകത്ത് നടന്നത് എന്നുള്ളതിലെ വളരെ നിഗൂഢമായ ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ അഫാൻ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള അഫ്സാനെയും ഫർസാനെയും അവരെയാണ് കൂടുതലായിട്ട് മൃഗീയമായിട്ട് കൊല ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. അതായത് ഇവരുടെ ഫോട്ടോസ് ഒക്കെ പുറത്തു വന്നപ്പോൾ തന്നെ ആയാലും ഫർസാനയുടെയും അഫ്സാന്റെയും മുഖമായിരുന്നു ഏറ്റവും വികൃതമാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ചുറ്റുക ഉപയോഗിച്ചിട്ട്. ഈ ലാസ്റ്റ് നിമിഷം അഫ്സാന് ഈ അഫാൻ കുഴിമന്തി വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായിരുന്നു. അപ്പം അത്ര ഇഷ്ടമുള്ള ആൾക്കാരെ എന്തിനിവൻ ഇത്തരത്തിൽ കൊല ചെയ്തു എന്ന് പറയുന്നത് അതിന്റെ ഒരു കാരണം എന്താണെന്ന് ഇനിയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അത് ഈ ഒരു അഫാന്റെ മൊഴിയിൽ നിന്ന് കൃത്യമായിട്ട് തെളിയില്ല എന്നത് ഉറപ്പുള്ള കാര്യമാണ്. ആള് കള്ളത്തരത്തിലൂടെ എന്തേലും പോകും. എനിക്ക് തോന്നുന്നു ഇത് ചിലപ്പം പല കാര്യങ്ങളുണ്ടാവും. മേ ബി ഇതൊരു ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും അതിന്റെ കാര്യവും ഒന്ന് പരിശോധിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ആളുടെ കൂട്ടുകെട്ട് എന്താന്ന്, ആള് ഏതൊക്കെ സിനിമകൾ കണ്ടിട്ടുണ്ടെന്ന് നോക്കണം. ഇപ്പൊ സിനിമകളും ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന കാലങ്ങളുണ്ട്. കാരണം മാർക്കോ പോലുള്ള സിനിമകൾ അല്ലെങ്കിൽ ആർഡിക്സ് പോലുള്ള സിനിമകളൊന്നും ഇനി പ്രദർശിപ്പിക്കാൻ കഴിയില്ല. അതായത് അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന വാക്കുകൾ. അപ്പോൾ അതും ഒന്ന് പരിശോധിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള സിനിമകൾ ഇൻഫ്ലുവൻസ്ഡ് ആക്കുന്നുണ്ടോ, അത് കാരണമാണോ, അങ്ങനത്തെ കാര്യങ്ങളും പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാ തരത്തിലും ആളുടെ വാക്ക് അല്ലെങ്കിൽ ആളുടെ മൊഴി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തായാലും ഈ കേസ് തെളിയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊരു അതുപോലെ തന്നെ അഫാന്റെ മാതാവിന്റെ, അതായത് അമ്മയുടെ മൊഴിയും ഒരിക്കലും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് അതും ഉറപ്പിക്കാൻ പറ്റില്ല. എപ്പോഴും ഒരു മകനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇനി എപ്പോഴും സംസാരിക്കുന്നതും ഇനിയിപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും. ആദ്യം തിരക്കിയത് ചെറിയ മകനെ ആണെങ്കിലും പക്ഷെ പിന്നീട് എല്ലാവരും നഷ്ടപ്പെട്ടു എന്നതായപ്പോൾ അവസാനം ഇനി ഒരു മകൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അവനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം, അല്ലെങ്കിൽ ഏത് വിധേനയും രക്ഷിച്ചെടുക്കണം എന്നതുകൊണ്ടായിരിക്കാം തന്നെ പോലും ഉപദ്രവിച്ചത് അവനല്ല എന്ന് പറയാൻ ഒരു കാരണമായിട്ട് മാറിയത്. പക്ഷെ ആ ഷെമി ശരിക്കുള്ള വാക്കുകൾ പറഞ്ഞാൽ ഈ കേസ് സോൾവ് ആവും. കാരണം അമ്മയ്ക്ക് അറിയാം എന്തിനാണ് മകൻ ഇത്രയും മാത്രം പണത്തിന്റെ ആവശ്യം, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കൊല ചെയ്യാനുള്ള മോട്ടീവ് എന്താണ് ആ അമ്മയ്ക്ക് അറിയാതിരിക്കാനുള്ള ഒരു ചാൻസ് ഇല്ല. എന്തായാലും അറിയാം. ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നതും ഇപ്പൊ ഈ അമ്മ തന്നെയാണ്. കാരണം ബാക്കിയുള്ള എല്ലാവരും മരിച്ചു കഴിഞ്ഞു. പിന്നെ അഫാനും അമ്മയും മാത്രമാണ് ഈ ഒരു കുറ്റകൃത്യം ചെയ്തതിനുള്ളൊരു തെളിവ് അല്ലെങ്കിൽ ഒരു സാക്ഷി എന്ന് പറയാൻ. ഈ രണ്ടുപേരുമാണ്. ഈ രണ്ടുപേരും ഒരിക്കലും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പറയാത്തടത്തോളം കാലം നമുക്ക് ഈ കേസിന് ഒരു എന്താ പറയുക അവസാനം ഇല്ലാതിരിക്കും. അതെ. അപ്പൊ എന്തായാലും ഇത് തെളിയണമെങ്കിൽ അതിനൊരു ഡിജിറ്റലായിട്ട് അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ടുള്ള മൊഴിയിൽ നമുക്ക് ഒരിക്കലും അതിനെ അത് വെച്ചിട്ട് കേസ് തെളിയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് വളരെ ഡിജിറ്റലായിട്ട് അല്ലെങ്കിൽ വളരെ ഫോവലായിട്ടുള്ള കുറേ തെളിവുകൾ ഉപയോഗിച്ചിട്ട് മാത്രമേ ഇത് തെളിയിക്കാൻ കഴിയുള്ളൂ. അത്തരത്തിൽ തന്നെ അത് കണ്ടുപിടിക്കട്ടെ. ഇതിപ്പോ എന്താണ് അഫാന്റെ ഉമ്മ ഷെമീലും മാത്രം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരുടെ പിന്നിൽ നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. എന്തെങ്കിലും ഒരു ചെറിയ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു എന്താ പറയുക നിഗൂഢത
ഇതിനകത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്. അതിപ്പോൾ ഒരു മന്ത്രവാദമാണോ, ഇപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാം നമ്മളെല്ലാ പോസിബിലിറ്റീസും നോക്കേണ്ടിയിരിക്കുന്നു ഈ കേസിലാണെങ്കിലും. അത് ഈ ഇടയ്ക്ക് 2-3 ബ്ലാക്ക് മാജിക്കിന്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എല്ലാ വശങ്ങളും അന്വേഷിച്ചുകൊണ്ട് ശരിക്കുള്ള കാര്യകാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയട്ടെ. അത് അങ്ങനെ തന്നെ നല്ലൊരു ശിക്ഷ തന്നെ ലഭിക്കട്ടെ.